ഹായ് ഹലോ. ഇത് ഒരു എഗ്ലെസ് കേക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ മണ്ഡലകാലം ആയതുകൊണ്ട് തന്നെ മിക്കവാറും ദിവസങ്ങളിൽ എഗ്ലെസ് കേക്കിൻ്റെ ഓർഡേഴ്സ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കാര്യം തന്നെ വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ നമ്മളതിൽ നിന്ന് എക്സ്പേർട്ട് ആവുമല്ലോ. അതുകൊണ്ട് തന്നെ മെഷർമെൻറ്റ് കുറച്ചൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയാലും ഏകദേശം അതിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ നോക്കി കുറച്ച് പാലൊക്കെ മിക്സ് ചെയ്ത് ഞാനൊന്ന് സെറ്റാക്കി എടുക്കാറുണ്ട് കേട്ടോ. നമ്മൾ എഗ്ലെസ് കേക്ക് എന്ന് പറയുമ്പോൾ എഗ്ഗിന് പകരം തീരെ പുളിയില്ലാത്ത നല്ല കട്ടത്തൈരാണ് ഉപയോഗിക്കേണ്ടത്. ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല വിസ്ക് വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. പക്ഷേ നമ്മൾ സാധാരണ എഗ്ഗ് വെച്ച് ചെയ്യുന്ന കേക്കിൻ്റെ അത്ര ഹൈറ്റ് നമുക്ക് എഗ്ലെസ് കേക്കിന് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചധികം ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് വേണം അത് ഒരു 1 kg കേക്കൊക്കെ സെറ്റ് ചെയ്തെടുക്കാൻ. അതുകൊണ്ട് തന്നെയാണ് എഗ്ലെസ് കേക്കിന് കുറച്ച് റേറ്റ് കൂടുന്നത് കേട്ടോ. പക്ഷേ കേക്ക് നമ്മൾ സാധാ ചെയ്യുന്ന കേക്കിനേക്കാൾ എഗ്ലെസ് കേക്ക് നല്ല മോയിസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഫ്രോസ്റ്റ് ചെയ്യുമ്പം അധികം സിറപ്പിൻ്റെ ഒന്നും ആവശ്യം വരില്ല. അത് അല്ലാതെ തന്നെ നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ കിട്ടുക.